അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ എൻ്റെ വീട്ടിലുള്ള മുണ്ടപ്പൻ എന്ന് പറയുന്ന മാവിൽ എൻ്റെ പെങ്ങളുടെ വീട്ടിലെ ഈ ഒരു മാവിൻ്റെ ഒരു ചെറിയൊരു കമ്പ് ബെഡിങ് ചെയ്തിരുന്നു. ബെഡിങ് ചെയ്തു. അവിടെ ഒന്നും കണ്ടില്ല. ഞാൻ കരുതി പരീക്ഷണം വിജയിക്കും, അതേപോലെ പരാജയവും ഉണ്ടാകും. വിജയവും പരാജയവും ഏതൊരു പരീക്ഷണത്തിലും പറഞ്ഞതാണ്. ഞാനത് വിട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ കണ്ട് അതിലൊരു മാങ്ങ പഴുത്ത് കാണുന്നു. അങ്ങനെ ഞാനത് ആ മാങ്ങ എടുത്ത്, നമ്മുടെ ഉമ്മയല്ലേ നമുക്ക് ഏറ്റവും വലുത്, നമ്മുടെ അമ്മയല്ലേ നമുക്ക് ഏറ്റവും വലുത്. ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, ഉമ്മ നല്ലൊരു മാങ്ങ, നമ്മൾ പെങ്ങളാടെ ഇല്ല പോലത്തെ ഒരു മാങ്ങ കാണുന്നുണ്ട്. ആ മാങ്ങ എല്ലാ ഇതിലുണ്ടായി, ഇതിൽ മുണ്ടപ്പനാണ് ഉണ്ടായത്, അതിൻ്റെ ഷേപ്പേ പറയാമെന്ന്. ഇത് ഇങ്ങനെ നല്ല മഞ്ഞക്കുട്ടി പോലെയുണ്ട്, നല്ല ഷേപ്പ് ഉണ്ട്. അത് കൂടാതെ ഇങ്ങനെ ഒരു മൊന പോലെ ഇവിടെ സൈഡിൽ മാങ്ങയുണ്ട്, മറ്റേതിന് അതില്ല. നമുക്കത് മുറിച്ച് ടേസ്റ്റ് നോക്കാം ഉമ്മ എന്ന് പറഞ്ഞ് ഉടനെ മുറിച്ച് ഉമ്മാക്ക് കൊടുത്ത് ഞാനും കഴിച്ച് എൻ്റെ വീട്ടിലേക്കും പോയി. തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട്, എൻ്റെ ഉമ്മാരുടെ വീടും എൻ്റെ വീടും അടുത്ത് തന്നെ. അങ്ങനെ അത് തിന്നുമ്പോൾ അവിടുത്തെ എൻ്റെ പെങ്ങളുടെ അത് മാങ്ങയുടെ അതേ ടേസ്റ്റ്. അതുമാത്രമല്ല, അതിനേക്കാളൊരു അത്ഭുതം സംഭവിച്ചെന്ന് പറഞ്ഞാലും, സാധാരണ ബെഡിങ് ചെയ്ത ആ ഒരു കമ്പിലേക്ക് ആ മാങ്ങ, പെങ്ങളുടെ മാങ്ങയും നിലവിലുള്ള മാങ്ങ മുണ്ടപ്പൻ്റെത് ആ മാങ്ങയുമാണ് നല്ലൊരു ശതമാനം ആകേണ്ടത്. പക്ഷേ ഇത് സംഭവിച്ചത് 85% അധികം പെങ്ങളുടെ വീട്ടിലെ നല്ല ടേസ്റ്റുള്ള, നല്ല മധുരമുള്ള, നല്ല ആ മാങ്ങ, ഈ മഞ്ഞക്കുട്ടി മാങ്ങ, അതാണ് ഈ മരത്തിലേക്ക്, ഈ മുണ്ടപ്പൻ്റെ മരത്തിലേക്ക് കയറി പിടിച്ചത്. മാഷാ അല്ലാ, മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം, അല്ലാതെ പിന്നെന്ത് പറയാൻ അല്ലേ. അവനറിയാത്തൊരില പോലും ഞെട്ടറ്റ് ഭൂമിയിലേക്ക് പതിക്കില്ലല്ലോ എന്നാണല്ലോ നാം വിശ്വസിക്കേണ്ടത്. അവനല്ലേ കഴിവ്, നമുക്കെന്ത് കഴിവ്. അവൻ നൽകിയ, അവൻ്റെ ഔദാര്യം കൊണ്ടാണ് ഇത്ര ടേസ്റ്റുള്ള മാങ്ങ എനിക്ക് അവൻ നൽകിയത്, സൃഷ്ടാവ് നൽകിയത്. അൽഹംദുലില്ലാ.